എസ്.എഫ്.ഐ നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് വൻ ചർച്ചയായിരുന്നു. ഇതിനു പിന്നാലെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രേഖകൾ പുനഃസൃഷ്ടിക്കുന്ന നടപടികളുടെ ഭാഗമായാണ് കേസ് ഇന്ന് എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് പരിഗണിച്ചത്. നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ രേഖകൾ പുനഃസൃഷ്ടിക്കാനുള്ള നീക്കത്തെ പ്രതിഭാഗം എതിർത്തു. ഈ ഘട്ടത്തിലാണ് രേഖകൾ നഷ്ടപ്പെട്ടത് 2019 ജനുവരിയിലാണെന്ന് ബോധ്യമായതായി കോടതിയെ അറിയിച്ചത്. തന്റെ മുന്നിൽ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2023 സെപ്റ്റംബറിലാണ്. അപ്പോൾ തന്നെ ഹൈക്കോടതി വിവരമറിയിച്ചു. രേഖകൾ പുനഃസൃഷ്ടിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. എതിർപ്പുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന രേഖകൾ പ്രതിഭാഗത്തിന് നൽകിയ രേഖകളുമായി ഒത്തുനോക്കി പരിശോധിക്കാം. ഇതിനായി 25ലേക്ക് കേസ് മാറ്റി. റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരമായതുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അത് ചലഞ്ച് ചെയ്യാൻ കഴിയുന്നത് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹാജരാക്കിയ രേഖകളുടെ ജെനുവിനെസ് മാത്രമാണ്. രേഖകൾ നഷ്ടപ്പെട്ട വിഷയം അന്വേഷിക്കാൻ എൻക്വയറി ഓഫീസറെ ചുമതലപ്പെടുത്തിയെന്നും കോടതി വ്യക്തമാക്കി. ഇതിനിടെ രേഖകൾ നഷ്ടപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കൂടി കോടതി നടത്തി. സിവിൽ കേസുകളിലേതുൾപ്പെടെ പല കേസുകളിലെ രേഖകളും പല കോടതികളിൽ നിന്നും നഷ്ടമാവുകയും സ്ഥാനം തെറ്റുകയും തിരിച്ചു കിട്ടുകയുമൊക്കെ ചെയ്യാറുണ്ട്. ഈ കേസിനു മാത്രമായി പ്രത്യേകതയുള്ളതായി കാണേണ്ടെന്നും കോടതി വ്യക്തമാക്കി. 2018 ജൂലൈ 2-നാണ് എസ്.എഫ്.ഐ പ്രവർത്തകനായ അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് PFI പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. പോലീസ് നേരത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.